ജനറലി കിഡ്നി ഡിസീസസിന് മരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലാസ്റ്റ് ഒരു ഈവൻ ഞാൻ ഈ കിഡ്നിയെക്കുറിച്ച് ഈ ലൈഫ് സ്റ്റൈലും കിഡ്നിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന ആ കാലത്തൊക്കെ നമ്മളൊരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ GFR ഒന്നും ലെവൽ കിട്ടാറില്ല. നമുക്കെല്ലാം പക്ഷെ നമ്മൾ മെഡിക്കൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം GFR ആണ് ഏർലി സൈൻ ഓഫ്, നമുക്ക് ഏറ്റവും ഏർലി ഡിറ്റക്ട് ചെയ്യാൻ GFR ആണ് നോക്കേണ്ടതെന്നറിയാം. പക്ഷെ ഒരിടത്തും റിപ്പോർട്ട് കിട്ടാറില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. GFR എന്നും പറഞ്ഞ് എഴുതി കൊടുത്താലേ കിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ആ ഒരു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ, ഫ്യൂ ഇയേഴ്സ് ആയിട്ട് അതിന് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്ക ലാബുകളിലും റിപ്പോർട്ടിൽ സ്റ്റേജ് 3 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും അത് അബ്നോർമലായിട്ട് കാണിക്കുള്ളൂ. അതും ഒരു നോർമലാണ്. അപ്പം ക്രിയാറ്റിൻ 1.1, 1.2 ഒക്കെ നോർമലായിട്ട് കാണിക്കും. അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഏർലി സ്റ്റേജിലൊന്നും പേഷ്യന്റും അറിയുന്നില്ല, ഡോക്ടേഴ്സും അറിയുന്നില്ല. ബേസിക്കലി ഡോക്ടേഴ്സും ഈ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടാണ് അറിയുന്നത്. ഈവൻ സ്റ്റേജ് 3 എത്തിയെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ആരും, ഡോക്ടേഴ്സ് ആണെങ്കിലും പേഷ്യന്റിനെ പലപ്പോഴും വാൺ ചെയ്യുകയല്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് മരുന്നൊന്നും കൊടുക്കാനില്ല, എന്തിനാ പിന്നെ പേഷ്യന്റിനെ പേടിപ്പിക്കുന്നത്?